അടുത്തതായി ഈ ജലമേളയുടെ ദൃശ്യവിസ്മയമാണ് മാസ്റ്റിൽ. ആ മാസ്റ്റിൽ ദൃശ്യവിസ്മയമായ മാസ്റ്ററിന് പുന്നമടയുടെ ഓളപ്പരിപ്പത തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 22 ചുള്ളൻ വള്ളങ്ങളും പവലിയൻ അഭിമുഖമായി നിൽക്കുന്നു. ഇനി ഇവിടുത്തെ വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ തുഴകൾ ആകാശത്തേക്ക് ഉയർന്ന് താഴും. അത് അഭിവാദ്യം ചെയ്യുകയാണ്. കുട്ടനാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ തുഴക്കാർ അഭിവാദ്യം ചെയ്യുകയാണ്. വേദിയിലുള്ളവരെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ടെലിവിഷന് മുന്നിലൊക്കെ ഇരുന്ന് ഈ കാണുന്ന ഈ ഓളപ്പരമ്പിലെ ഒളിമ്പിക്സ് കാണുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അവർ അഭിവാദ്യം ചെയ്ത് ഞങ്ങളിതാ ട്രാക്കിലേക്ക് പോകുന്നു, ഞങ്ങളിതാ കുതിക്കാൻ തയ്യാറെടുക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് അവർ തയ്യാറെടുക്കുകയാണ്. ആ മനോഹര ദൃശ്യങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇതാ പുന്നമടയുടെ ഓളങ്ങളിൽ ആവേശം ഇങ്ങനെ അലതല്ലുകയാണ്. അതാണ് തീരത്ത് നമ്മൾ കാണുന്നത്. അതാണ് തീരത്തുള്ളവരുടെ മനസ്സുകളിൽ നമ്മൾ കാണുന്നത്. തീരത്തുള്ളവരുടെ മനസ്സുകളിലെ ആനന്ദത്തിന്റെ ഓളം ഇതാ ഓളപ്പരപ്പിലേക്ക്, ഈ തുഴക്കാരുടെ കൈകളിലേക്ക്, പങ്കായങ്ങളിലേക്ക് സന്വേഷിക്കാൻ പോകുന്ന ആ സുന്ദര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പുന്നമടയിലെ ഈ തീരം കടന്നു പോകുന്നത്. ആ കാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. വിജയ, കുട്ടനാട്ടുകാർക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ആലപ്പുഴക്കാർക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത്തരത്തിലധികം മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നാം പോകുന്നത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ മാസ്റ്ററിൽ വന്നതിന് ശേഷം നമുക്കറിയാം അത് ആ കുട്ടനാട്ടുകാരുടെ മുഴുവൻ വിജയത്തിന്റെ, കുട്ടനാട്ടുകാരുടെ മുഴുവൻ കരുത്തിന്റെ ഒക്കെ പ്രതീകമായി മാസ്റ്ററിൽ മാറുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ എല്ലാ തുഴക്കാരെയും അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 22 വള്ളങ്ങളും 22 ചുണ്ടൻ വള്ളങ്ങളും ഓരോരുത്തരായി ഈ പറയുന്ന മാസ്റ്ററിലിന് വേണ്ടി അണിനിരന്നിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആലപ്പുഴയുടെ പുന്നമടയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴയെ മാത്രമല്ല കുട്ടനാടിനെ മാത്രമല്ല വള്ളംകളിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനിർവചനീയമായ അനുഭൂതി നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ നാം വരാൻ പോകുന്നത്. കാരണം ഈ 22 ചുണ്ടൻ വള്ളങ്ങളും അതിലെ 100ഓളം വരുന്ന തുഴക്കാരും, ഓരോ ചുണ്ടൻ വള്ളങ്ങളിലെയും 100-നടുത്ത് വരുന്ന തുഴക്കാരും അവരെല്ലാവരും ചേർന്ന് ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ഈ പറയുന്ന സദസ്സിനെ മുഴുവൻ അഭിവാദ്യം ചെയ്യും. അതാണ് മാസ്റ്ററിൽ, അതാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടാൻ കാരണം. അങ്ങനെ കുട്ടനാടിന്റെ മുഴുവൻ ഒളിമ്പിക്സ് ആയി മാറുന്ന ഈ പറയുന്ന നെഹ്റു ട്രോഫിയിലേക്ക് നാം എല്ലാവരും പതുക്കെ 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 ചുവട് വെച്ച് നീങ്ങുകയാണ്. ഈ കുട്ടനാട് ഒന്നാകെ തന്നെ, അതിന്റെ കരകളൊന്നാകെ തന്നെ ഈ പറയുന്ന നെഹ്റു ട്രോഫിയിലേക്ക് നീളുകയാണ്. ഈ പറയുന്ന ഫിനിഷിംഗ് പോയിന്റ് മാത്രമല്ല, ഈ 1100 മീറ്റർ വരുന്ന ഈ പുന്നമടയുടെ ട്രാക്ക് ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നീളുന്ന 1100 മീറ്റർ ട്രാക്ക്, ആ 2 കരകളിലും പുന്നമടയുടെ 2 കരകളിലും നിരന്നു നിൽക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയിരങ്ങൾ തങ്ങളുടെ കരകൾക്ക് വേണ്ടി ആർപ്പ് വിളിച്ചുകൊണ്ട്, തങ്ങളുടെ കരകൾക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, തങ്ങളുടെ ക്യാപ്റ്റന്മാർക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, അങ്ങനെ ഓരോ കരക്കാരും പുന്നമടയുടെ 2 കരകളിലും വന്ന് നിറയുന്ന മണിക്കൂറുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമുക്ക് കാണാം മാസ്റ്ററിനായി കാത്തിരിക്കുന്ന വള്ളങ്ങൾ മാസ്റ്ററിൽ തുടങ്ങുകയാണ്. ഈ കുട്ടനാടിന്റെ ഈ നെഹ്റു ട്രോഫിയുടെ കാഴ്ചകളിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്ന്. തങ്ങളുടെ കൈക്കരുത്ത്, തങ്ങളുടെ താളം, തങ്ങളുടെ തുഴയുടെ വേഗമൊക്കെ തന്നെ ആളുകളിലേക്ക്, കാഴ്ചക്കാരിലേക്ക് അനുഭവവേദ്യമാക്കുന്ന മാസ്റ്ററിലിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നാം പോവുകയാണ്. അല്ലേ വിജയ? ഇതാ ഇവിടെ മാസ്റ്ററിൽ തുടങ്ങി അതിന് മുന്നോടിയായി ക്യാപ്റ്റന്മാരെ വിശിഷ്ടാതിഥികൾ പരിചയപ്പെടുകയാണ്. ഓരോ ബോട്ട് ക്ലബും അവരുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ രമേശ് ചെന്നിത്തല, ഡി കെ ശിവകുമാർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ തുടങ്ങിയവരെ നമുക്ക് കാണാം. മുഴുവൻ അതിഥികളും നമ്മളുടെ ഈ സ്റ്റേജിലുള്ള മുഴുവൻ ആളുകളും കുറച്ച് മുന്നിലേക്ക് നീങ്ങി നിന്ന് ഈ ക്യാപ്റ്റന്മാരെ കാണുകയും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇനി മാസ്റ്ററിൽ തുടങ്ങാൻ പോവുകയാണ്. മാസ്റ്ററിൽ കഴിഞ്ഞ് മാത്രമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ പോവുക. ഓരോ വള്ളങ്ങളെയും വിളിക്കുന്നു, ആ ബോട്ട് ക്ലബ്ബുകളെ വിളിക്കുന്നു, അവരുടെ ക്യാപ്റ്റന്മാരെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സമയം അവർ തങ്ങളുടെ തുഴകൾ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു. കൈയകലത്തിലിട്ട് ഒന്ന് മാറി പിടിച്ചാണ് ദിവസം പോകാൻ തോന്നുന്നു. ഒന്ന് സഹകരിച്ചു വന്നേ, ഒന്ന് ഇരിക്കേ, ഒന്ന് ഇരുന്നേ, ഒന്ന്
മാസ്റ്ററിന് വേണ്ടി വള്ളങ്ങളെ സജ്ജമാക്കുകയാണ്, തുഴക്കാരെ സജ്ജമാക്കുകയാണ്. അതായത് വിജയ നേരത്തെ പറഞ്ഞ പോലെയാണ്, ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ടേ ഈ ഓളത്തിൽ ഈ വള്ളങ്ങളെ ഒന്ന് പിടിച്ചു നിർത്തണ്ടേ, വലിയ പാടാണ്. മാത്രമല്ല ബോട്ടുകൾ പോകുന്നുണ്ട്, ആ ഓളം അടിക്കും. മാത്രമല്ല ഈ വള്ളങ്ങളെല്ലാം ഈ ചുണ്ടന്മാരെല്ലാം നിരന്ന് മുട്ടിയില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ആനകൾ എഴുന്നള്ളി നിൽക്കുന്നല്ലോ, ആ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ ആനകൾ നിൽക്കില്ലേ, ഏതാണ്ട് അതിന് സമാനമായ കാഴ്ചയാണ്. അതാണ് വിജയ പൂരമാണല്ലോ. അതായത് കുട്ടനാടിന്റെ കൊമ്പന്മാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. പുന്നമടയിലെ ജലപൂരമാണല്ലോ. അപ്പോൾ ആ കൊമ്പന്മാർക്ക് പകരം ഇവിടെയുള്ള കൊമ്പന്മാർ ഇതാണ്. ആ കൊമ്പന്മാർ ഓരോ ചുണ്ടൻ വള്ളങ്ങളും കുട്ടനാടിന്റെ കരകളുടെ കൊമ്പന്മാരായി അണിനിരക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കുട്ടനാടിന്റെ കരകളുടെ അഭിമാനം വാനോളം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഈ പുന്നമടയിലേക്ക് എത്തുന്നത്, ഓരോ വർഷവും ഈ പുന്നമടയിലേക്ക് എത്തുന്നത്, ഓരോ വർഷവും ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ മാസ്റ്ററിൽ മനോഹരമായ കാഴ്ചയിലേക്ക് പോകുന്നു. സല്യൂട്ട് ചെയ്ത് വിശിഷ്ടാതിഥികളെ സല്യൂട്ട് ചെയ്ത് മാസ്റ്ററിൽ പ്രേക്ഷകരെ കാണുക. ഇടയ്ക്ക് റഫറി കുറച്ച് വള്ളത്തിലുള്ളവർ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നേരെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നുണ്ടല്ലേ വിജയ? പാട് അവർക്കല്ലേ അറിയത്തുള്ളൂ ജോഷി. അതായത് നിരത്തി നിർത്തിയാൽ പോരാ, തുഴ ഒരേ സമയം പൊക്കണം, അത് ഒരേ സമയം തന്നെ താളം വരണം, അങ്ങനെ വേണം മാസ്റ്ററിൽ കൊണ്ടുപോകാൻ. കണ്ടില്ലേ ആ തുഴയുടെ ആ ഒരു മൂവ്മെന്റ് പോലും അതെല്ലാം ആ ഒരു ക്രമത്തിൽ വേണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പട്ടാളച്ചിട്ടയോടുകൂടിയുള്ള ഒരു തുഴക്കാരുടെ സംഗമമാണിത്. അതായത് സുജയ, കുട്ടനാടിനൊരു താളമുണ്ട്, കുട്ടനാടിന്റെ കൃഷിക്കൊരു താളമുണ്ട്, കുട്ടനാടിന്റെ ജീവിതത്തിനൊരു താളമുണ്ട്, കുട്ടനാടിന്റെ കലകൾക്കൊരു താളമുണ്ട്, കുട്ടനാടിന്റെ ജീവിതത്തിനൊരു താളമുണ്ട്. ആ താളമാണ് ഈ പുന്നമടയിൽ കാണുന്നത്, ആ താളമാണ് ഈ കുട്ടനാടിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ കാണുന്നത്, ആ താളമാണ് നമ്മൾ ഈ മാസ്റ്ററിൽ കാണുന്നത്. അതായത് കുട്ടനാടിന്റെ വിവിധ കരകളുണ്ടല്ലോ, ഈ പറയുന്ന കാലാവസ്ഥയോടും ജീവിതത്തോടും ഒക്കെ പടവെട്ടി നീങ്ങുന്ന, കൃഷിയോടും കാലാവസ്ഥയോടും പടവെട്ടി ജീവിക്കുന്ന കുട്ടനാടിന്റെ ഒരു താളമുണ്ടല്ലോ, ആ താളം, ആ കൈക്കരുത്ത്, ആ മെയ്ക്കരുത്ത് ഒക്കെ തന്നെയാണ് ഈ പറയുന്ന മാസ്റ്ററിൽ കാണുന്നത്. ആ മാസ്റ്ററിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാണ് അല്ലേ? രാജകീയ പ്രൗഢിയോടെയുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സിന് തയ്യാറാണോ? പിന്നെ ഹീറ്റ്സിലേക്ക് പോവുകയാണ് ചുണ്ടൻ വള്ളങ്ങൾ ഓരോന്നായി. ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മെല്ലെ അവർ പതുക്കെ നീങ്ങുകയാണ് പിന്നിലേക്ക്. അവരൊക്കെ തന്നെ തങ്ങളുടെ കരകളുടെ, കുട്ടനാടിന്റെ ഓരോ കരകളുടെ അഭിമാനം വാനോളം ഉയർത്താൻ അവരെല്ലാവരും മെല്ലെ തങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ കരകളുടെ ഇരുവശവുമായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഈ കരകളെ ിക്കുന്ന അവിടുത്തെ ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ പ്രതീക്ഷയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ആർക്കാണ് വിജയം, ആർക്കാണ് ഏതാണ്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ വിജയം കൊണ്ടുവരിക? വിജയ, ആദ്യത്തെ ഹീറ്റ്സ് എങ്ങനെ? ആദ്യത്തെ ഹീറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രാക്ക് റെഡിയാവുന്നുണ്ട്. ട്രാക്ക് 1 തലവടി ചുണ്ടൻ, ട്രാക്ക് 2 കരുവാറ്റ ശ്രീവിനായകൻ, ട്രാക്ക് 3 ആയാപറമ്പ് പാണ്ടി, ട്രാക്ക് 4 വിയപുരം. അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം നമ്പർ ട്രാക്കിലെ തലവടി, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ. അതെ, നിലവിലെ ചാമ്പ്യൻ തലവടിയാണ്. ട്രാക്ക് 4 വിയപുരമുണ്ട്. വിയപുരത്തെയും തലവടിയെയും ഇമ്മാനുവൽ ആർപ്പുക്കര ചുണ്ടൻ വള്ളത്തിൽ നമുക്കറിയാമല്ലോ, പുതിയ വള്ളമാണല്ലേ? ആർപ്പുക്കര പുതിയ വള്ളമാണ്, ഒന്ന് പരിഷ്കരിച്ച് കാര്യമായി പണിയൊക്കെ ചെയ്തിറക്കിയ വള്ളമാണ്. അത് കോട്ടയത്ത് നിന്നുള്ള വള്ളമാണ്. കുമരകം കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തിന് ഒരു വള്ളമുള്ളത് ആർപ്പൂക്കരയാണ്. നമുക്കറിയാമല്ലോ വിജയ്. അതായത് ഈ ഇവിടെ ഇറങ്ങുന്ന വള്ളങ്ങൾ എങ്ങനെയാണ്? 22 വള്ളങ്ങളിൽ 18 എണ്ണം അത് കുട്ടനാടിന്റെ കരകളുടെ പ്രതീകങ്ങളാണ്. ബാക്കിയുള്ളവ എവിടെ നിന്നൊക്കെയാ വരുന്നത്? കൊല്ലത്തുനിന്നുണ്ട്, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്നുണ്ട്. അങ്ങനെ കുട്ടനാട് മാത്രമല്ല, കൊല്ലത്ത് നിന്നും, അപ്പർ കുട്ടനാട്ട് നിന്നും, കോട്ടയത്തു നിന്നും, കുമരകത്തു നിന്നും ഒക്കെ വള്ളങ്ങൾ ഈ പുന്നമടയിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് ദീപക് മലയമ്മ, ട്രാക്ക് 1 തലവടി, ട്രാക്ക് 2 കരുവാറ്റ ശ്രീവിനായകൻ, ട്രാക്ക് 3 ആയാപറമ്പ് പാണ്ടി, ട്രാക്ക് 4 വിയപുരം. എന്തായിരിക്കും ഒന്നാം ഹിറ്റ്സിൽ നടക്കുക?
ഹീറ്റ്സ് നമ്പർ 1-ൽ നടക്കുക തീവാറില്ലേ? ആകാശ ദൃശ്യങ്ങളൊന്ന് കണ്ടേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആകാശ ദൃശ്യങ്ങളൊന്ന് കാണുക. ഈ 22 വള്ളങ്ങളും മാസ്റ്ററിൽ കഴിഞ്ഞ് ഇപ്പോൾ നിരയായി ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആകാശ ദൃശ്യങ്ങളിൽ കാണാം ആ ചുണ്ടൻ വള്ളങ്ങളുടെ കരുത്ത്, ആ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മെയ്യഴുകുണ്ടല്ലോ. നെഹ്റു നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്ന് പങ്കെടുത്ത ശേഷം ആദരണീയനായ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് ഒരു കത്തെഴുതിയതെന്ന്. ഒരു സ്നേക്ക് ബോട്ട്, ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു വള്ളങ്ങൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. അങ്ങനെ പാമ്പിന്റെ രൂപത്തിലുള്ള കുട്ടനാടിന്റെ പ്രതീകങ്ങളായ ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ ഈ മത്സരങ്ങൾക്കായി പോവുകയാണ്. എവിടേക്ക്? സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. 1100 മീറ്റർ നീളമുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അതായത് ഇനി ഹീറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹീറ്റ്സിൽ എങ്ങനെയാണ് മത്സരങ്ങൾ എന്ന് കൂടി പറയാം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, മൈ ജി ഫ്യൂച്ചർ നെഹ്റു ട്രോഫി വള്ളംകളിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 22 ചുണ്ടൽ വള്ളങ്ങൾ ഇതാ തയ്യാറാവുകയാണ്. ആകെ 6 ഹീറ്റ്സുകൾ. അതിൽ ആദ്യത്തെ 4 ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ വീതം, അവസാനത്തെ 2 ഹീറ്റ്സിൽ 5ഉം 6ഉം ഹീറ്റ്സിൽ 3 വള്ളങ്ങൾ വീതം. അങ്ങനെ ആകെ 22 വള്ളങ്ങളിൽ ഏറ്റവും മികച്ച സമയത്തിലെത്തുന്ന ജേതാവ് ആരാണ് എന്നതറിയാനാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അല്പം വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ചും നമ്മൾ 2 മണിയോടുകൂടി തുടങ്ങേണ്ട മത്സരങ്ങൾ ഇപ്പോൾ 3:10 ആകുമ്പോഴാണ് ട്രാക്കുകളിലേക്ക് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ പോകുന്നത്. അപ്പോൾ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും മികച്ച സമയം, ബെസ്റ്റ് ടൈമിംഗ് ആരുടേതായിരിക്കും? ആരുടേതാണ് ജോഷി നല്ല സമയം? നല്ല സമയം അവിടേതാണെന്നറിയാൻ കുറച്ചു സമയം കൂടി കാത്തിരിക്കണം സുജയ. പക്ഷേ കരക്കിരുന്നിട്ട് കാര്യമില്ല, കളത്തിലിറങ്ങി കളിക്കണം. കരക്കിരുന്ന് നോക്കി കമന്റ് അടിക്കാൻ എളുപ്പമാണ്. അല്ല, എന്താണ് ആം ചെയർ ക്രിറ്റിസിസം എന്ന് പറയും, അത് ആർക്കും പറ്റും. അതെ, കസേരയിൽ ഇരുന്നുള്ള വിമർശനമല്ല, നേരിട്ട് കളത്തിലിറങ്ങി കളിക്കുന്ന 22 വള്ളങ്ങളെ നമ്മൾ കാണാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ അവിടെയുള്ള ഈ 72 നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ടുള്ള ലോഗോയുടെ ഒക്കെ പ്രകാശനമാണ് നടത്തിയത് എന്ന് തോന്നുന്നല്ലേ? സ്മരണികയുടെ പ്രകാശനമാണ്, സുവനീറിന്റെ പ്രകാശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ജോഷി ഒരു കാര്യം കൂടെ ഉള്ളത്, ട്രാക്ക് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു സ്പീഡ് ബോട്ടില് 2 പേര് വരും. അപ്പൊ നമുക്ക് സ്പീഡ് ബോട്ട് അല്പ സമയത്തിനകം വരും. സ്പീഡ് ബോട്ട് വരുന്നതിന് സമയത്തെ നമുക്ക് ഇടവേള എടുക്കണം. അപ്പൊ ഇടവേള കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യ ഹീറ്റ്സിലേക്ക് പോകാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കുട്ടനാട്ടിലെ പുന്നമടയിലെ ഓളപ്പരപ്പുകൾക്ക് തീപിടിക്കാൻ പോവുകയാണ് അല്ലേ? അതിലേക്ക് ഇടവേളയ്ക്ക് തീപിടിപ്പിക്കാം. Big TV without fear or favor.